ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ജി ഓഫ് ഗുഡ് ന്യൂസ് ടുഡേ ക്രിസ്ത്യൻ ചാനലിലേക്ക് എല്ലാവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കട്ടെ. ചില ദിവസങ്ങളായിട്ട് വീഡിയോ ചെയ്യുവാനായിട്ട് സാധിച്ചില്ല. ഇന്ന് വീണ്ടും ദൈവത്തിൽ ശരണപ്പെട്ട് വീഡിയോ ചെയ്യുവാൻ തക്കവണ്ണം ശ്രമിക്കുകയാണ്. അതിനാസ്പദമായിട്ട് ഒരു വാക്യം വായിക്കാൻ തക്കണം ആഗ്രഹിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായത്തിൻ്റെ 10-ാമത്തെ വാക്യം. അറക്കുവാനും മോഷ്ടിക്കുവാനും അല്ലാതെ കള്ളൻ വരുന്നില്ല. ഇവിടെ കള്ളൻ എന്ന് ഉദ്ദേശിക്കുന്നത് പിശാചിനെ കുറിച്ചാണ്. പിശാച് ഒട്ടും മനസ്സാക്ഷിയില്ലാത്ത ഒരുവനാണ്. അല്പം പോലും മനസ്സാക്ഷിയില്ലാത്ത ഒരുവനാണ് പിശാച്. അവൻ വരുന്നത് അറുക്കാനും മുടിക്കാനും മോഷ്ടിക്കാനാണ്. എന്ത് മോഷ്ടിക്കാൻ, എന്തറക്കാൻ? ദൈവമക്കളുടെ സമാധാനത്തെ എടുത്തു കളയുവാൻ, ദൈവമായിട്ടുള്ള അവരുടെ ബന്ധത്തെ എടുത്തു കളയുവാൻ, നശിപ്പിക്കുവാൻ വരുന്ന ഒരുവനാണ് പിശാച്. അവന് വേറെ ഒരു ചിന്തയുമില്ല. ദൈവമക്കളെ, ദൈവത്തിൻ്റെ രൂപത്തിലും ഛായയിലും സൃഷ്ടിച്ച മനുഷ്യനെ ഉപദ്രവിച്ച് അവൻ്റെ സമാധാനത്തെ കെടുത്തിക്കളഞ്ഞ്, അവൻ്റെ കുടുംബജീവിതങ്ങളെ തകർത്ത് കളഞ്ഞ്, അവൻ്റെ ശരീരത്തിന് രോഗത്തെ കൊടുത്ത്, അവന് സാമ്പത്തികമായ തകർച്ചകളെ കൊടുത്ത്, എല്ലാ നിലയിലും അവനെ തകർക്കുവാൻ വേണ്ടി മാത്രം വരുന്ന ഒരുവനാണ് പിശാച്. പിശാചിന് ബൈബിൾ പറയുന്ന പേര് ദുഷ്ടൻ എന്ന് വിളിക്കുന്നുണ്ട് അവനെ. അതുപോലെ തന്നെ കൊലപാതകൻ എന്നവനെ പേര് വിളിക്കുന്നുണ്ട്. മനസാക്ഷി എന്ന് ഒന്ന് പറയുന്നത് അവനില്ല. സാധാരണ രീതിയിൽ ഒരു മനുഷ്യൻ ഒരാളെ ഉപദ്രവിച്ചു കഴിഞ്ഞാൽ കുറച്ച് നാൾ കഴിയുമ്പോൾ അയാൾ അതിൽ നിന്ന് മാറിപ്പോകും. എന്നാൽ പിശാച് ഒരു മനുഷ്യനെ ഉപദ്രവിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അവൻ മാറിപ്പോവുകയേയില്ല. ആ വ്യക്തിയുടെ അവസാനം വരെ അവൻ പീഡിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. അവനെ ഉപദ്രവിച്ചുകൊണ്ടേയിരിക്കും. തിരുവഴുത്തിൽ 12 വർഷം രക്തസ്രാവക്കാരിയായിരുന്ന ഒരു സ്ത്രീയെക്കുറിച്ച് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. 12 വർഷം. നമുക്കറിയാം, രക്തസ്രാവം എന്ന് പറയുന്നത് സ്ത്രീകൾക്കുണ്ടാകുന്ന ആ ഒരു സംഭവം, അത് കുറച്ച് ദിവസം കഴിയുമ്പോൾ മാറിയില്ലെങ്കിൽ എന്തൊരു ബുദ്ധിമുട്ടായിരിക്കും. മനസ്സിനും ശരീരത്തിനും എല്ലാം എന്തൊരു വെറുപ്പും അറപ്പും ഉളവാക്കുന്ന ഒരു സംഗതിയായിരിക്കും. ഇന്നത്തെ പോലെ പാടുകളൊന്നുമില്ലാത്ത, ആധുനിക സംവിധാനങ്ങളോ സാഹചര്യങ്ങളോ ഒന്നും ഇല്ലാത്ത ആ കാലഘട്ടത്തിൽ വസ്ത്രത്തെ മാത്രം ബ്ലഡ് ഒപ്പുവാനായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ആ കാലയളവിൽ ഒരു സ്ത്രീ നീണ്ട 12 വർഷം അവൾ കടന്നുപോയ ആ ഒരു കഷ്ടത എന്ന് പറയുന്നത് ചിന്തിക്കുവാൻ പോലും കഴിയാത്തൊരു കാര്യമാണ്. പിശാചിന് അല്പം പോലും മനസ്സാക്ഷിയില്ല. ഞാനിവളെ കുറേ ഉപദ്രവിച്ചു, 5 വർഷം 6 വർഷം 7 വർഷം 8 വർഷം 10 വർഷം, ഇനി ഇവളെ വിട്ടു മാറിയേക്കാം, അവൻ ചിന്തിക്കുകയില്ല. അവൻ ആ സ്ത്രീയെ 12 വർഷം അവളെ ഭയങ്കരമായിട്ട് ഉപദ്രവിച്ചു. അവൾ പോകാത്ത ഇടങ്ങളില്ല, അവൾ ചെന്ന് കാണാത്ത വൈദ്യന്മാരില്ല. ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോൾ ഓരോ വൈദ്യന് ഓരോ കാര്യങ്ങൾ പറയും, ഓരോ മരുന്നുകൾ പറയും, ഓരോ പഥ്യങ്ങൾ പറയും. അതെല്ലാം മാറി മാറി ചെയ്തു നോക്കി. അവൾ പറയുന്നത് ഞാൻ സഹിച്ചു എന്നാണ് പറയുന്നത്. ഏറിയ വൈദ്യന്മാരാൽ സഹിച്ചു. ഓരോ മരുന്ന്, അത് കയ്പുള്ളതും മറ്റേ പലതരത്തിലും ശരീരത്തിന് പല രീതിയിലുള്ള ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിലുള്ള എല്ലാ മരുന്നുകളും കഴിച്ചു, മാറി മാറി കഴിച്ചു നോക്കി. ഒരു മരുന്ന് കഴിച്ച് കുറച്ച് നാൾ നോക്കിയിട്ട് ഒരു സുഖവുമില്ല. അപ്പോൾ വേറൊരാൾ പറയും, ഇന്ന സ്ഥലത്തൊരു വൈദ്യനുണ്ട്, ഒരു സിദ്ധവൈദ്യനുണ്ട്, അവിടെ ഒന്ന് പോയി കാണാം, അയാൾ നല്ല പേര് കേട്ട വൈദ്യനാണ്. ഉടനെ ഉള്ള പൈസയൊക്കെ വാരി കെട്ടിപ്പെറുക്കി ഉടനെ അങ്ങോട്ട് പോയി. അവിടെ ചെന്നപ്പോൾ ഇതുവരെ ചെയ്ത മരുന്നിന് വിപരീതമായിട്ട് വേറൊരു മരുന്ന് അയാൾ കൊടുത്തു. പാല് കഴിക്കാൻ പാടില്ല, മുട്ട കഴിക്കാൻ പാടില്ല, മീൻ കഴിക്കാൻ പാടില്ല, കുറേ പഥ്യങ്ങളൊക്കെ ആയിട്ട് വേറൊരു മരുന്ന് കൊടുത്തു. അവിടെയും രക്ഷയില്ല. കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ അടുത്തൊരു വൈദ്യനെ കാണാനായിട്ട് പോയി. പലവിധമായ വൈദ്യന്മാരെ മാറി മാറി പരീക്ഷിച്ചു. ഒരിടത്തും ഒരു സുഖം കിട്ടുന്നില്ല, ഒരു സമാധാനം കിട്ടുന്നില്ല, ഒരു സ്വസ്ഥത കിട്ടുന്നില്ല. അവളിനി പോയി കാണാത്ത വൈദ്യന്മാരില്ല. അവളുടെ മുതൽ മുഴുവൻ വൈദ്യന്മാർക്ക് വേണ്ടി ചെലവഴിച്ചു. വലിയ പണം കൊടുത്ത് വലിയ വലിയ വൈദ്യന്മാരെ പോയി കണ്ടു. ഭയങ്കര പരമ്പരാഗത ചികിത്സയൊക്കെ നടത്തുന്ന ആയുർവേദ ആചാര്യന്മാരെയൊക്കെ പോയി കണ്ടു നോക്കി. ഒരു തരത്തിലും ഒരു വിടുതൽ ലഭിച്ചില്ല. അവിടെ പറയുന്നത് അവൾ പരവശയായി തീർന്നു എന്നാണ് പറയുന്നത്. മരുന്ന് കഴിച്ചും ഈ ശരീരത്തിലുണ്ടാകുന്ന ഈ ഒരു രക്തസ്രാവം മൂലം ഉണ്ടാകുന്ന ഒരു മാനസിക പിരിമുറുക്കങ്ങളും ബുദ്ധിമുട്ടുകളും അവൾ സഹിച്ചു. അവൾ പരവശയായി തീർന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ അവൾ ഒരു വർത്തമാനം കേൾക്കുകയാണ്. യേശുവിനെ കുറിച്ച് അവൾ കേൾക്കുകയാണ്. യേശു സുഖമാക്കുന്നു. അവൾ കേട്ടു, യേശു സുഖമാക്കുന്നു, യേശു ബാധ ഒഴിപ്പിക്കുന്നു, യേശു പിശാചുക്കളെ പുറത്താക്കുന്നു. അവൾ കേട്ടു. അതെ, വചനം
കേൾവിയാൽ, കേൾവി ക്രിസ്തുവിന്റെ വചനത്താൽ വരുന്നു. വിശ്വാസം കേൾവിയാൽ, കേൾവി ക്രിസ്തുവിന്റെ വചനത്താൽ വരുന്നു. അവൾക്ക് വിശ്വാസമുണ്ടായി. അവൾ കേട്ടു, യേശുവിനെ കുറിച്ച് കേട്ടു. യേശു രോഗികളെ സൗഖ്യമാക്കുന്നു, കുരുടന്മാർ കാണുന്നു, ചെകിടർ കേൾക്കുന്നു, ഊമർ സംസാരിക്കുന്നു, മുടന്തർ നടക്കുന്നു. അവൾ കേട്ടു. ആ കേൾവി, തിരുവെഴുത്ത് പറയുന്നു റോമർ 10:18, വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിന്റെ വചനത്താലും വരുന്നു. ക്രിസ്തുവിന്റെ വചനം കേട്ടു, അവളുടെ ഉള്ളിൽ വിശ്വാസമുണ്ടായി. ഇതുവരെ കണ്ട വൈദ്യന്മാരെ പോലെയല്ല. ഇവിടെ മരുന്ന് കഴിക്കണ്ട, പഥ്യം നോക്കണ്ട, അവിടെ ചെന്നാൽ മതി. അവൾ ഓടി. ഒരു പുരുഷാരത്തിന് നടുവിൽ യേശു നടക്കുകയാണ്, പോവുകയാണ്. അവൾ ഓടി. അവൾ പറഞ്ഞു, അവന്റെ വസ്ത്രം ഒന്ന് തൊട്ടാൽ മതി, എനിക്ക് അവനെ തൊടണ്ട. അവൻ അത്രയ്ക്ക് കഴിവുള്ളവനാണ്, സർവശക്തനായ ദൈവമാണ്, എനിക്ക് അവന്റെ വസ്ത്രം ഒന്ന് തൊട്ടാൽ മതി. അവൾ ഓടിച്ചെന്ന് ആ പുരുഷാരത്തിന്റെ നടുവിലൂടെ നുഴഞ്ഞു കയറി അവൾ ഓടിച്ചെന്ന് യേശുവിനെ തൊട്ടു. യേശു പറഞ്ഞു, എന്നിൽ ശക്തി പുറപ്പെട്ടിരിക്കുന്നു. ആരാണ് എന്നെ തൊട്ടത്? ആരാണ് എന്നെ തൊട്ടത്? ഗുരു, നീ എന്താണ് ഈ പറയുന്നത്? ഇമാതിരി പുരുഷാരം തെക്കിക്കൊണ്ടിരിക്കുകയാണ്, നിന്നെ എല്ലാവരും തൊടുന്നില്ലേ? ഇല്ലില്ല, വിശ്വാസത്തോടുകൂടി ആരോ ഒരാളെന്നെ തൊട്ടിരിക്കുന്നു. അവൻ തിരിഞ്ഞു നോക്കിയപ്പോൾ ഭയന്നു നിൽക്കുന്ന ഒരു സ്ത്രീ. അവൾ അവൻ്റെ മുമ്പാകെ വീണു. അവൾ പറഞ്ഞു, കർത്താവേ, ഞാൻ ഇനി കാണിക്കാത്ത വൈദ്യന്മാരില്ല, ഞാൻ പോകാത്ത ഇടങ്ങളില്ല. നിന്റെ വർത്തമാനം കേട്ട് ഞാൻ നിന്റെ അടുക്കൽ വന്നതാണ്. കർത്താവ് പറഞ്ഞു, മോളെ, നീ ഭാരപ്പെടണ്ട, ബാധ ഒഴിഞ്ഞ് സ്വസ്ഥമായിരിക്കുക. യേശുവിൻ്റെ അടുക്കൽ വരുമ്പോൾ ബാധ ഒഴിയും. യേശുവിൻ്റെ അടുക്കൽ വരുമ്പോൾ പിശാച് പുറത്തു പോകും. കഴിഞ്ഞ 12 വർഷമായി മാനസികമായും ശാരീരികമായിട്ടും ആ സഹോദരിയെ പിശാച് പീഡിപ്പിച്ചുകൊണ്ടിരുന്നു. എന്നാൽ യേശു അവൾക്ക് സൗഖ്യം കൊടുത്തു. നമുക്കത് കാണുവാനായിട്ട് സാധിക്കും. ഒരു മനസ്സാക്ഷ്യമില്ലാത്ത പിശാച്. ഞാൻ ഈ വചനം അങ്ങനെ ചിന്തിക്കുകയായിരുന്നു, ഇവൻ എത്ര ദുഷ്ടനാണ്, എത്ര വഞ്ചകരാണ്. ഒരു മനസ്സാക്ഷിയില്ല. 1 വർഷം 2 വർഷം കഴിഞ്ഞ 12 വർഷമായി ആ സഹോദരി അനുഭവിച്ച പാട്, ബാധ. എന്നാൽ യേശു ഒരു നിമിഷ നേരം കൊണ്ട് അവളെ സുഖമാക്കി. അതെ, യേശു ഒരു നിമിഷം കൊണ്ട് നമ്മളെ സുഖമാക്കുന്ന ദൈവമാണ്. അവൾ അനേക പൂജാരികളുടെ അടുത്ത് പോയിട്ടുണ്ടാകും, അനേക മന്ത്രവാദികളുടെ അടുത്ത് പോയിട്ടുണ്ടാകും, പലവിധ പരീക്ഷണങ്ങൾ അവൾ നടത്തി നോക്കിയിട്ടുണ്ടാകും. എന്നാൽ ഒടുവിൽ അവൾ യേശുവിൻ്റെ അടുക്കൽ വന്നു. അവൾ സമാധാനം പ്രാപിക്കുവാൻ ഇടയായിട്ട് തീർന്നു. കർത്താവ് പറഞ്ഞു, ബാധ ഒഴിഞ്ഞ് സ്വസ്ഥമായിരിക്കുക എന്ന് പറഞ്ഞു. യേശു സൗഖ്യമാക്കുന്നു. ലൂക്കോസിന്റെ സുവിശേഷം 13-ാം അധ്യായം വായിക്കുമ്പോൾ അവിടെ 18 വർഷമായ ഒരു സഹോദരി, നിവർന്നു നിൽക്കാൻ കഴിയില്ല, കൂനിയാണ്. 18 വർഷമായി സാത്താൻ ബന്ധിച്ചിരിക്കുകയാണ്. നിവർന്നു നടക്കേണ്ട ആ സഹോദരി ഇപ്പോൾ കൂനി നിൽക്കുകയാണ്. സാത്താൻ അവളെ ഒരു കൂന് കൊടുത്തിരിക്കുകയാണ്. സാത്താനാണ് ബന്ധിച്ചിരിക്കുന്നത്. അനേക ആളുകളും വിശ്വസിക്കുന്നത് പിശാച് അങ്ങനെയൊന്നും ചെയ്യില്ല എന്നാണ്. പിശാചിന്റെ വിജയം അവിടെ തന്നെയാണ്. ദൈവമക്കളെയും അല്ലാത്തവരെയും ഒക്കെ അവൻ ഭയങ്കരമായിട്ട് പീഡിപ്പിക്കുന്നുണ്ട്. രോഗ ആത്മാക്കളാൽ, പലവിധ ബന്ധനങ്ങളാൽ മനുഷ്യനെ അവൻ കെട്ടുന്നു. മനുഷ്യനെ അവൻ നിവർന്നു നിൽക്കാൻ കഴിയാത്ത രീതിയിൽ അവൻ ആക്കി തീർക്കുന്നു. ഒരു സഹോദരിയുടെ ഉള്ളിൽ നിന്ന് ഭൂതത്തെ പുറത്താക്കുവാനായിട്ട് ചില സഹോദരന്മാർ വിളിച്ചിട്ട് ഞാൻ പോവുകയുണ്ടായി. അങ്ങനെ അവിടെ ചെന്ന് ആ സഹോദരിയായിട്ട് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ ചോദിച്ചു, എന്താണ്, എങ്ങനെയാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് എന്ന് ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞത്, ആദ്യമേ ഇങ്ങനെ ഒരു മന്ത്രവാദി എനിക്കെതിരെ ഇങ്ങനെ ചെയ്തു എന്നറിഞ്ഞ്, ഹിന്ദു സഹോദരിയാണ്, മന്ത്രവാദി ചെയ്തു എന്നറിഞ്ഞ് ഞാൻ എനിക്ക് ഒത്തിരി കഷ്ടം അനുഭവിക്കേണ്ടതായിട്ട് വന്നു. എൻ്റെ ആ ഒരു തലയിലെ ബുദ്ധിമുട്ടും തലമുടിയിലുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെല്ലാം മാറാൻ വേണ്ടിയിട്ട് ഞാൻ ആ മന്ത്രവാദിയുടെ അടുക്കൽ ചെന്നിട്ട് പറഞ്ഞു, ദയവ് ചെയ്ത് എന്നെ ഉപദ്രവിക്കില്ലേ, ഞാൻ നിങ്ങൾക്ക് പണം തരാമെന്ന് പറഞ്ഞു. മന്ത്രവാദി പറഞ്ഞു, ഓക്കെ, പണം തന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിന്നെ ഉപദ്രവിക്കില്ല എന്ന് പറഞ്ഞു. പണം വാങ്ങി വെച്ചിട്ട് മനസ്സാക്ഷിയില്ലാത്ത ദുഷ്ടനായ ആ പിശാചിൻ്റെ ഏജന്റ്, ആ സാത്താന്യ പൂജാരി, തമിഴിൽ പൂശാരി എന്ന് വിളിക്കും, ആ പൂജാരി അവളെ വീണ്ടും കൊടിയ മന്ത്രവാദത്തിലൂടെ കടത്തിവിട്ടു. അവൾ തലമുടിയെല്ലാം പിച്ചി പറിക്കുമായിരുന്നു. തലമുടിയെല്ലാം പിച്ചി പറിച്ച് ഭയങ്കരമായ നിലയിൽ പാടുകളേറ്റ ഒരു സഹോദരി. ദൈവത്തിൻ്റെ കൃപയാൽ അവളുടെ പലവിധമായ ബാധകളിൽ നിന്ന് അവളെ സ്വതന്ത്രമാക്കുവാൻ ഒരു യുദ്ധം തന്നെ നടത്തേണ്ടതായിട്ട് വന്നു, മണിക്കൂറുകളോളം. അതെ, ദുഷ്ടനാണ് പിശാച്, ചതിയനാണ്, വഞ്ചകനാണ്, മനസ്സാക്ഷിയില്ലാത്തവനാണ്. 1 വർഷം 2 വർഷമല്ല, 18 വർഷമായിട്ട് ഒരു സഹോദരി ഒരു സഭയിൽ കൂനിയായിട്ട് നിൽക്കുകയാണ്.
സഭയിൽ വലിയ മൂപ്പനുണ്ട്, പള്ളി പ്രമാണിയൊക്കെ ഉണ്ട്. ആർക്കും ഒരു ബുദ്ധിമുട്ടുമില്ല. സഹോദരി എല്ലാ ഞായറാഴ്ചയും വന്ന് ആരാഴ്ച മടങ്ങിപ്പോകും. എല്ലാവരോടും കുശലമൊക്കെ കുനിഞ്ഞു നിന്നുകൊണ്ട് പറയും. നിവർന്നു നിൽക്കാൻ നിവർത്തിയില്ല. ആർക്കും ഒരു സഹതാപവുമില്ല. ഒരു ശബ്ദത്തിൽ യേശു ആ പള്ളിയിലേക്ക് വന്നു. യേശു ആ പള്ളിയിൽ വന്ന് ശുശ്രൂഷിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഒരു സഹോദരി കുനിഞ്ഞു നിൽക്കുകയാണ്. യേശു അവളെ തൊട്ടു സുഖമാകുവാനായിട്ട് പറഞ്ഞു. അവൾ ക്ഷണത്തിൽ നിവർന്നു. അവിടെ എഴുതിയിരിക്കുന്നത് അങ്ങനെയാണ്, യേശു തൊട്ടാൽ ഒരു നിമിഷം മതി പ്രിയ സഹോദര, പ്രിയ സഹോദരി. ക്ഷണത്തിൽ അവൾ നിവർന്നു. സഹിച്ചില്ല പള്ളി പ്രമാണിക്ക്. അതേ, ബാക്കിയുള്ള ദിവസമൊക്കെ സൗഖ്യമാക്കിക്കോ, ശബത്തിൽ പറ്റില്ല. യേശു പറഞ്ഞു, നിന്റെ കാളയും കഴുതനെ അഴിച്ചുകൊണ്ട് പോയി നീ വെള്ളം കൊടുക്കൂലേ? നീ 18 വർഷമായി എബ്രഹാമിന്റെ മകളായിരുന്ന ഇവളെ പിശാച് ബന്ധിച്ചിരുന്നത് ഞാൻ വിടുവിക്കേണ്ടതല്ലയോ? എൻ്റെ ഈ വീഡിയോയുടെ താഴെ കമന്റ് കൊണ്ട് വരുന്ന ചില സഹോദരന്മാരുണ്ട്, രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട ദൈവമക്കളുടെ നേരെ ഒരു പിശാചും വരില്ല. അതാണ് നീ ഒരു പിശാചിന്റെ ഏജന്റ് ആയതുകൊണ്ട് നീ അത് പറയുന്നത്. 18 വർഷമായിട്ട് ഈ സഹോദരി എബ്രഹാമിന്റെ മകളാണെന്ന് അവിടെ എഴുതിയിട്ടുണ്ട്. എബ്രഹാമിന്റെ മകളായിട്ട് പള്ളിയിൽ പോയിക്കൊണ്ടിരുന്ന ആ സഹോദരി 18 വർഷമായി സാത്താൻ ബന്ധിച്ചു വെച്ചിരിക്കുക. എന്നിട്ട് നീ പറയാണ്, നീ കമന്റ് ഇട്ടേക്കാണ്, രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട ദൈവമക്കളെ ഒന്നും പിശാച് തൊടില്ല എന്ന്. എന്നാൽ എന്നെ വിളിക്കാൻ പറഞ്ഞാൽ വിളിക്കോ ഇല്ല? നീ ഒരു ഏജന്റാണ്, ജനത്തെ വഞ്ചിക്കുന്ന പിശാചിന്റെ ഒരു ഏജന്റ്. യേശു അവളെ സുഖമാക്കി. പിശാചിന് മനസ്സാക്ഷിയില്ല. എത്ര വർഷം, 18 വർഷം ഒരു സഹോദരിയെ അവൻ ബന്ധിച്ച് അടിമയാക്കി വെച്ചുകൊണ്ടിരുന്നു. നിങ്ങൾ സത്യം അറിയുമ്പോൾ നിങ്ങൾ സ്വതന്ത്രരായി തീരുമെന്ന് കർത്താവ് പറഞ്ഞു. നിങ്ങൾ സത്യം അറിയണം. പിശാച് നിങ്ങളെ വഞ്ചിക്കുകയാണ്. ഈ രോഗം മാറുകയില്ല എന്ന് പറഞ്ഞ് പിശാച് നിങ്ങളെ വഞ്ചിക്കുകയാണ്. ഈ ബാധ ഒഴിയുകയില്ല എന്ന് പറഞ്ഞ് പിശാച് നിങ്ങളെ വഞ്ചിക്കുകയാണ്. നിങ്ങൾ യേശുവിന്റെ അടുക്കൽ വരിക, വിശ്വാസത്തോടു കൂടി അവനോട് പറയുക, കർത്താവേ എന്നെ സുഖമാക്കുക എന്ന് പറയുക. ക്ഷണത്തിൽ നിങ്ങൾ സുഖം പ്രാപിക്കും. ക്ഷണത്തിൽ നിങ്ങൾ സുഖം പ്രാപിക്കും. സാത്താൻ്റെ ഏജന്റായിട്ട് പ്രവർത്തിക്കുന്ന അനേക ആളുകളുണ്ട്. എന്നെ വിളിച്ചാൽ ഞാൻ കൃത്യമായിട്ട് കാര്യം പറയും. അങ്ങനെയൊന്നും ഒഴികഴിവൊന്നും പറഞ്ഞ് ഞാൻ പോകില്ല. ഞാൻ അവന് കൃത്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും. അവൻ കമന്റ് ഇട്ടിട്ട് പോകും, എന്നെ വിളിക്കില്ല. എന്നെ വിളിക്കാൻ പറഞ്ഞ നമ്പർ ഇട്ട് കൊടുത്ത് കമന്റ് ഇട്ടില്ല, വിളിക്കില്ല. ചില രോഗങ്ങൾ പിശാച് കൊണ്ടുവരുന്നതാണ്, ചില ബാധകൾ പിശാച് കൊണ്ടുവരുന്നതാണ്. ചിലത് ദൈവം കൊടുത്ത ശിക്ഷയാകാം. അത് ചിലപ്പോൾ പ്രാർത്ഥിച്ചാൽ പെട്ടെന്ന് മാറിക്കൊള്ളുന്ന നിർബന്ധമൊന്നുമില്ല. കാരണം നിഗളം മുഖാന്തരം അഹങ്കാര നിമിത്തം ചില രോഗങ്ങൾ ദൈവം പിശാചിന് തന്നെ ഏൽപ്പിച്ചു കൊടുക്കുന്നത് ഉണ്ട്. അല്ലാത്തതൊക്കെ നമ്മൾ സ്വയം വന്നതാണെന്ന് വിചാരിച്ചിരിക്കില്ലേ? ദൈവം സമാധാനം കൊടുക്കുന്നവനാണ്. യേശു സമാധാനം കൊടുക്കുന്നവനാണ്. യേശു സന്തോഷം കൊടുക്കുന്നവനാണ്. പിശാച് നമ്മുടെ സന്തോഷം എടുത്തു കളയുന്നവനാണ്. നമ്മുടെ സമാധാനത്തെ എടുത്തു കളയുന്നവനാണ്. അതുകൊണ്ട് നീ യേശുവിൻ്റെ അടുക്കിലേക്ക് വരിക. എന്നിട്ട് യേശുവിനോട് പറയുക, കർത്താവേ, ഞാൻ ആവശ്യമില്ലാതെ ഈ രോഗം ചുമക്കേണ്ട കാര്യമില്ലല്ലോ. നീ എനിക്കായിട്ട് അടികളേറ്റല്ലോ. നിന്റെ അടിപ്പിണരുകളാൽ സൗഖ്യമുണ്ടെന്ന് നീ പറഞ്ഞിട്ടുണ്ടല്ലോ കർത്താവേ. നീ കാൽവരി ക്രൂശിൽ 2000 വർഷങ്ങൾക്ക് മുമ്പ് എനിക്ക് വേണ്ടി നിന്റെ ശരീരം, പാപമില്ലാത്ത നിന്റെ ശരീരത്തിൽ നീ അടികളേറ്റു. കർത്താവേ, നിന്റെ അടിപ്പിണരുകളാൽ എനിക്ക് സൗഖ്യമുണ്ട്. നിന്റെ വചനം വെച്ച് സൗഖ്യമാക്കണമെന്ന് നീ പറയുമോ, നിനക്ക് സുഖമുണ്ടാകും. അത് ക്യാൻസർ ആകട്ടെ, എയ്ഡ്സ് ആകട്ടെ, ഏത് വലിയതുമാകട്ടെ, യേശു ക്രിസ്തുവിന് കഴിയാത്ത വല്ല കാര്യമുണ്ടോ? ആകാശത്തെ നിർമ്മിച്ചവൻ, ഭൂമിയുടെ ഉന്നതികളിൽ മേൽ നടകൊള്ളുന്നവൻ, കൈയുടെ ചാണുകൊണ്ട് ആകാശത്തിന്റെ പരിണാമം എടുക്കുന്നവൻ, അവന് കഴിയാത്ത വല്ല കാര്യമുണ്ടോ? എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര, പ്രിയ സഹോദരി, നീ യേശുവിൻ്റെ അടുക്കൽ വരുമോ? അവൻ നിനക്ക് സമാധാനം തരും. നീ ഏത് ബാധ ഏറ്റിട്ടുള്ളവനാണെങ്കിലും. ചില സമയത്ത് പിശാചുക്കൾ എങ്ങനെയാണ് വിശ്വാസികളുടെ ഉള്ളിൽ കയറി കൂടുന്നത്? ഭയപ്പെടുത്തിയിട്ട് പിശാച് ഉള്ളിൽ കയറി കൂടും. ഭയപ്പെടുത്തി. ഞാൻ ഈ കഴിഞ്ഞ ആഴ്ചയിൽ ട്രാക്റ്റെല്ലാം കൊടുത്തപ്പോൾ ഒരു സഹോദരനായിട്ട് സംസാരിച്ചപ്പോൾ അവൻ പിന്മാറിപ്പോയൊരു സഹോദരനാണ്. ഞാൻ അവനുമായിട്ട് സംസാരിച്ചുകൊണ്ട സമയത്ത് ദൈവം എനിക്ക് കുറേ കള്ളികളായിട്ടുള്ള ഒരു ബോക്സ് കാണിച്ചു, ഒരു പെട്ടി, 100 കണക്കിന് കള്ളികളുള്ള ഒരു പെരിയ റാക്ക്, ഒരു വലിയ റാക്ക്. അതിലൊന്നുമില്ല, കാലിയായിട്ട് കിടക്കുക. ഞാൻ ചോദിച്ചു, ഞാൻ ഇങ്ങനെ ഒരു സംഭവം കാണുന്നു, എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം ഒരു നിമിഷം ആലോചിച്ചിട്ടുണ്ട്, പറഞ്ഞു, ബ്രദർ, എന്നെ പാസ്റ്ററിനെ വിളിച്ചു. പാസ്റ്റർ, നിങ്ങൾ സ്വന്തം കറക്റ്റ്. എൻ്റെ വീട്ടിൽ 100 കണക്കിന് പ്രാവുകൾ ഉണ്ടായിരുന്നു. 100 കണക്കിന് പ്രാവുകളെ ഇട്ട് വെക്കുന്ന അറകളുള്ള വലിയ ബോക്സ് ഉണ്ടായിരുന്നു. ഒരു ദിവസം ആ പ്രാവുകളെല്ലാം ആരോ മോഷ്ടിച്ചുകൊണ്ടുപോയി. ഒറ്റ ദിവസം കൊണ്ട് എൻ്റെ കുടുംബം തരിപ്പണമായി പോയി എന്ന് അവൻ പറയുകയുണ്ടായി.
ഞാൻ പറഞ്ഞു, നിന്റെ ഹൃദയത്തിലുള്ളതും പിശാച് ഇതുപോലെ മോഷ്ടിച്ചുകൊണ്ട് പോയിരിക്കുകയാണ്. നീ മടങ്ങി വരണം, നീ യേശുവിലേക്ക് മടങ്ങി വരണം. വേറെയും ചില കാര്യങ്ങൾ ദൈവം എനിക്ക് കാണിച്ചു തന്നു. ഞാൻ അവനോട് പറഞ്ഞു, അവനതെല്ലാം ശരിയാണെന്ന് പറഞ്ഞു. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര, പ്രിയ സഹോദരി, യേശു നിന്നെ സൗഖ്യമാക്കുന്ന ദൈവമാണ്. ഇന്ന് ഈ സന്ദേശം കേൾക്കുമ്പോൾ, ഇന്ന് ഈ വചനം കേൾക്കുമ്പോൾ, നീ യേശുവിൻ്റെ അടുക്കൽ അവനെ കയറി പിടിക്കുമോ? അവൻ നിന്നെ സുഖമാക്കും. അവൻ നിന്റെ ബാധകളെ ഒഴിപ്പിക്കും. അവൻ നിനക്ക് സമാധാനം തരും. പിശാച് വഞ്ചിക്കുന്നവനാണ്, അവൻ ചതിക്കുന്നവനാണ്, അവൻ ദുഷ്ടനാണ്, മനസ്സാക്ഷിയില്ലാത്തവനാണ്. അതുകൊണ്ട് നീ പിശാചിൻ്റെ വാക്കുകൾക്ക് ചെവി കൊടുക്കില്ലേ, യേശുവിൻ്റെ വാക്കുകൾക്ക് നീ ശ്രദ്ധ വയ്ക്കുക. യേശു നിന്നെ സുഖമാക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവായ ദൈവമേ, ഈ അനുഗ്രഹീതമായ നല്ല ദിവസത്തിനായിട്ട് എൻ്റെ കൊങ്ങേ സ്തുതിക്കുന്നു. കർത്താവേ, ഞങ്ങൾ കേൾപ്പിച്ച നല്ല വചനത്തിനായിട്ട് സ്തോത്രം. നിന്റെ വചനം സ്വർഗത്തിൽ എന്തെങ്കിലും സ്ഥിരമായിരിക്കുന്ന വചനമായിരിക്കാൻ സ്തോത്രം കർത്താവേ. അതിൻ്റെ ശക്തി ഇന്നും പുതുക്കപ്പെട്ടിരിക്കുന്നതിനായിട്ട് സ്തോത്രം. നിന്റെ വചനം വഹിച്ചതിൻ്റെ മക്കളെ നീ സൗഖ്യമാക്കണമേ കർത്താവേ. ഈ വചനം കേട്ട മക്കളെ നീ അനുഗ്രഹിക്കണമേ കർത്താവേ. സുഖമുണ്ടാകട്ടെ, സൗഖ്യമുണ്ടാകട്ടെ, യേശുവിൻ നാമത്തിൽ വിടുതലുണ്ടാകട്ടെ. കർത്താവ് അത്ഭുതങ്ങളെ ചെയ്യാൻ പോകുന്നതിനായിട്ട് സ്തോത്രം. കർത്താവെ, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്ന ഓരോരുത്തർക്കായിട്ടും പ്രാർത്ഥിക്കുന്നു. എല്ലാവരും നീ അനുഗ്രഹിക്കണമേ കർത്താവെ. എല്ലാ നന്മകളാലും നിറയ്ക്കണമേ കർത്താവെ. അവിടെ നിന്ന് ചെയ്യാൻ പോകുന്നതിനായിട്ട് സ്തോത്രം. മുഖത്ത് എടുത്തായിട്ട് എല്ലാ അടിയങ്ങൾക്കും വേണ്ടി ജീവൻ രക്ഷിതാവും കർത്താവുമായ യേശു ക്രിസ്തുവിന്റെ പരിശുദ്ധമായ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ.